ആദ്യം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ, സ്ക്രൂ ഡ്രൈവർ, ഒരു കട്ടർ. ആദ്യം തന്നെ ബോട്ടിൻ്റെ മുൻവശത്തായി ഒരു ഹോള് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചൂടാക്കി ഇടാവുന്നതാണ്. ഏകദേശം ഹോള്, വലിയൊരു ഹോള് DC മോട്ടോർ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി നമുക്ക് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. റെഡിയായി. മോട്ടോർ ഫിറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കുന്നു. ഇനി അതിൽ മോട്ടോർ ഫിറ്റ് ചെയ്ത് നോക്കാം. കോഴിമുട്ടൊക്കെ ഇതിൽ ഈസിയായി തന്നെ മിക്സ് ആക്കി എടുക്കാൻ സാധിക്കും. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം മോട്ടോർ. അടുത്തതായി ഹോളിട്ട് വെച്ചൊരു മൂടി നേരത്തെ ഹോളിട്ട് വെച്ചതായിരുന്നു. പിന്നെ അതിൽ 2 ഇഞ്ചിൻ്റെ ആണി, പുതിയ ആണി ഉപയോഗിക്കുന്നത്. അങ്ങനെ 3 ആണിയാണ് നമ്മളിതിൽ എടുക്കേണ്ടത്. ഇതുപോലെ തമ്മിൽ തട്ടാത്ത രീതിയിൽ ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. റെഡിയായി. ഇനി ഇത് മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഈ ഗ്ലൂ ഗൺ കൊണ്ട് നന്നായി ഒട്ടിച്ചെടുക്കണം. ഇനി ബോട്ടിലേക്ക് കുടുക്കി നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒട്ടിച്ച് ഫിറ്റാക്കി എടുക്കാം. ഏകദേശം റെഡിയായി. ഇനി അത് കറങ്ങുന്നത് നോക്കാം. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായി ഒരു ബോട്ടിൽ മുറിച്ച് മാറ്റി വെച്ച ഒരു ബോട്ടിലിൻ്റെ ഭാഗത്ത് ഈ മൂടിയുടെ ഭാഗം ഫിറ്റ് ചെയ്ത് എല്ലാം, ബാറ്ററി, സ്വിച്ച് എല്ലാം അതിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ബോട്ടിലേക്ക് ഇറക്കി നോക്കാം. ഏകദേശം റെഡിയായി. ഇനി അടുത്തതായി നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം, പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ബോട്ടിൽ മിക്സറിൻ്റെ ജാറായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ല, ഇതുപോലെ. ഇനി അത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഈസിയായി തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണത്. വളരെ വില കൂടിയ മെഷീനറി വാങ്ങുന്നതിലും വീട്ടിൽ തന്നെ ഒരു 100 രൂപയുടെ താഴെ ചിലവിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് വളരെ ചുരുങ്ങിയ ചിലവ് കൊണ്ടാണ്, ചിലവ് മാത്രമേ ഉള്ളൂ. ഇതാ ഈസിയായി ഇത് മിക്സ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഫാസ്റ്റായി തന്നെ കറങ്ങുന്നുണ്ട്. ഇനി അടുത്തതായി ഇതുപയോഗിച്ച് ഓംലേറ്റ് തയ്യാറാക്കാം. അതിലേക്ക് ആദ്യം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള
മുളകും ഉള്ളിയും എല്ലാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്നുകൂടി മിക്സാക്കി റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഈസിയായി മിക്സ് ചെയ്യാവുന്നതാണ്. കൈകൊണ്ടുള്ള പരിപാടികളൊന്നും ഇതിനാവശ്യമില്ല. ഈസിയായി തന്നെ ഒരു ഹൈടെക് മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ ഇത് വർക്ക് ചെയ്ത് ഈസിയായി ഉപയോഗിക്കാം. അത് ചൂടാക്കിയ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഈസിയായി നിങ്ങൾക്ക് ഓംലേറ്റ് തയ്യാറാക്കാം. നിങ്ങൾക്കെല്ലാം വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ്. ഒരു DC മോട്ടറും ഒരു ചെറിയ ബോട്ടിൽ, അതിനാവശ്യമുള്ള മറ്റു ചില ഘടകങ്ങൾ മാത്രമേ ഇതിനോട് ചിലവുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം. ഈസി ടു മേക്ക് ഓംലേറ്റ് അറ്റ് ഹോം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.